Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ച് നോക്കിയോ? വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങള്? വായിച്ചു നോക്കി, മാം. ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി വരെ അല്ലേ? അത് തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? അതിന് മുമ്പ് വരെയല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്? അതെ മാം. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ആണ് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസ്പെക്റ്റീവ് എന്താ? പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല് കാഴ്ചപ്പാടുകൾ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? നോക്കിയേ, ദ ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സർവീസ് ഡെലിവറി. അപ്പോ ഒരു സർവീസ്, ഒരു ഹോസ്പിറ്റലില് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് പങ്കാളികളാകുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കാളികൾ. പങ്കാളികളാകുന്നത് ആരൊക്കെയാണ്? ഹെൽത്ത് സ്റ്റാഫേഴ്സ് ഉണ്ടാവും, ഹെൽത്ത് മാനേജർ ഉണ്ടാവും, ക്ലയന്റ്സ് ഉണ്ടാവും, കമ്മ്യൂണിറ്റീസ്. ഇവരൊക്കെയാണ് ഒരു ഹോസ്പിറ്റലില് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുമ്പോൾ പങ്കാളികളാക്കുന്ന ആളുകളായിട്ട് വരുന്നത്. ഇനി എന്താണ്? ഈച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ് മേ hope for different things from health service. അല്ലെ? എന്താണ്? ഒരു ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആളുകളെ നമ്മൾ പഠിച്ചു അല്ലെ? പങ്കാളികൾ, സർവീസ് കൊടുക്കുമ്പോൾ പങ്കാളികളാകുന്ന ആളുകളാണ് ആരൊക്കെയാണ്? സ്റ്റാഫുകളുണ്ട്, ഹെൽത്ത് മാനേജർ ഉണ്ട്, ക്ലയന്റ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോ ഇവർക്കൊക്കെ എന്താണ്? ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിരിക്കും അല്ലെ? പെർസ്പെക്റ്റീവ്, ഡിഫറെന്റ് കാഴ്ചപ്പാടുകളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടാവുക? എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ ഉണ്ടാകുന്നത്. ഇപ്പൊ ക്ലയന്റിനുള്ള കാഴ്ചപ്പാടുകളല്ല കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റിക്കുള്ള കാഴ്ചപ്പാടല്ല ഹെൽത്ത് മാനേജർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോ നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താണ്? ചിലപ്പോൾ അതിന്റെ റാപ്പിംഗ് ആയിരിക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ചിലവർക്ക് എന്താണ്? അതിന്റെ ഡിസൈൻ ആയിരിക്കാം, ചിലവർക്ക് കളറിങ് ആയിരിക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഹെൽത്ത് മാനേജർക്കായാലും ഹെൽത്ത് സ്റ്റാഫിനായാലും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടുകളാണ് ക്വാളിറ്റിയെ കുറിച്ച് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോളൂ, പേഷ്യന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്ലയന്റ് കേട്ടോ. ക്ലയന്റ് എന്ന് പറഞ്ഞാലും പേഷ്യന്റ് തന്നെയാണ്. പേഷ്യന്റിനുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ കുറച്ച് ഒരു പോയിന്റ്സ്, ചെറിയ രീതിയിലുള്ള പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് കൺട്രി reveals that our patients or clients require സർവീസ് ദാറ്റ്. അപ്പോ ചില ഡിഫറെന്റ് കൺട്രീസില് റിസർച്ച്, ഗവേഷണം നടത്തിയതിനോടനുബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലയൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന് ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളാണ് ഇവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ആർ ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി. ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്, ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി. നല്ല കറക്റ്റ് ടൈമില് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി. കറക്റ്റ് ടൈമിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്? ആൻഡ് റെസ്പെക്റ്റ്ഫുൾ സ്റ്റാഫ് അല്ലെ? സ്റ്റാഫുകൾ എന്താണ്? റെസ്പെക്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പെക്റ്റ്ഫുൾ എന്താ? റെസ്പെക്റ്റ്ഫുൾ
ബഹുമാനിക്കുക അല്ലെങ്കിൽ എന്താണ് മര്യാദയോട് കൂടിയിട്ട് പെരുമാറണം അല്ലെ. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ എന്താണ് പേഷ്യൻസിനോട് റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറണം. അതുപോലെ അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. ആ സേഫ് ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട് ആൻഡ് they can afford. അതുപോലെ തന്നെ പോസിറ്റീവ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എന്താണ് അവർക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ട്രീറ്റ്മെന്റിന്റെ സർവീസ് അല്ലെങ്കിൽ ആ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവർക്ക് എന്താണ് ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. Provide them with sufficient information about their condition and treatment. അപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇപ്പൊ മരുന്നുകൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങള്, അതുപോലെ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഹെൽത്ത് നല്ല ബെറ്റർ ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മതിയായ രീതിയിൽ ഇൻഫർമേഷൻസ്, സഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യണം, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താണ്, പ്രൊവൈഡ് them with all drugs they require. ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യണം പേഷ്യൻസിന്. പ്രൊവൈഡ് പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താ, സ്വകാര്യത ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണ്, within their reach and given in language they can understand. അല്ലെ, പേഷ്യൻസിന് ഉചിതമായിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജിലായിരിക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യൻസിന്റെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടത്. ഏതൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത്, ഡെലിവർ ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി അല്ലെ, കറക്റ്റ് ടൈമിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുൾ ആയിരിക്കാം. അതുപോലെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ എന്താണ്, പോസിറ്റീവ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അതുപോലെ എന്താണ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതും അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എന്താണ്, ഡ്രഗ്സിനെ കുറിച്ചുള്ള അവർക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ സ്വകാര്യത ഉറപ്പുവരുത്തുക. അതുപോലെ എന്താണ്, അവർക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആവണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കട്ടോ. ജസ്റ്റ് ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി നോക്കിയേ, ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ എന്നാണ് കേട്ടോ. അവിടെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് പ്രൊവൈഡർ. അപ്പൊ അതൊന്ന് തിരിച്ചെഴുതുക കേട്ടോ, മനസ്സിലാവുന്ന രീതിയിൽ തിരിച്ചെഴുതാം. ഹെൽത്ത് സ്റ്റാഫ് ഉണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്?
The health provider can provide quality care. അപ്പോൾ quality care provide ചെയ്യുന്ന ആരാണ്? ഹെൽത്ത് പ്രൊവൈഡർ അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് ആണ് quality care provide ചെയ്യുന്നത്. If he or she has sufficient knowledge and skills. ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? നല്ല രീതിയിലുള്ള ആവശ്യത്തിനുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ്? സ്കില്ലും ഉണ്ടായിരിക്കണം. ഇനി എന്താണ്? ആഡിക്വേറ്റ് റിസോഴ്സസ് അല്ലെ, നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? adequate resources, staff, drugs, supplies, equipments and transport etc. നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മതിയായിട്ടുള്ള സ്റ്റാഫുകൾ വേണം. അതുപോലെ ഡ്രഗ്സ് വേണം, അവിടെ മെഡിസിൻസ് വേണം, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ മുതലായവ അവിടെ അവർക്ക് ആവശ്യമാണ്. പിന്നെന്താണ്? സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ് അല്ലെ, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് നല്ല രീതിയിലുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ക്ലീൻ വർക്കിംഗ് പ്ലേസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്താണ്? ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഗുഡ് വർക്ക്. ഈ എന്താണ് പറയുന്നത്? അവർക്ക് നല്ല രീതിയിൽ അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെ, ഇംപ്രൂവ് അവരുടെ വർക്കിൽ അവർ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താണ്? നോളജ് മാത്രം പോരാ, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ, പല ട്രെയിനിങ്ങുകൾ കൊടുക്കാം, സെമിനാറുകള്, അതുപോലെ വർക്ക്ഷോപ്പുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണ്? വെൽ പെയ്ഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള സാലറി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. സാലറി പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഡിമെറിറ്റ് എന്തായിരിക്കും, ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരിക്കും? സാലറി നല്ല രീതിയിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ഡിസ്അഡ്വാൻറ്റേജ്? എന്തായിരിക്കാം? മനസ്സിലായല്ലോ. ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവർക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെന്താണ്? റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിതോഷികങ്ങൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അവർക്ക് സ്കില്ല് വേണം, അതുപോലെ തന്നെ നോളജ് വേണം. അത് മാത്രം മതിയോ? എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? റിസോഴ്സസുകൾ അല്ലെ, സ്റ്റാഫുകൾ വേണം, ഡ്രഗ്സുകള്, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ആവശ്യമാണ്, നല്ല രീതിയിലുള്ള ക്ലീൻ വർക്ക് പ്ലേസ്, അതുപോലെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് അവരുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ എന്താണ്? നല്ല രീതിയിലുള്ള സാലറി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ്? നല്ല വർക്കിന് വേണ്ടിയിട്ട്, ഗുഡ് വർക്കിംഗ് കണ്ടീഷന് വേണ്ടിയിട്ട് റിവാർഡുകളും പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ് health care manager. The health care manager considered quality care as എന്താണ്? ഹെൽത്ത് കെയർ മാനേജർ ക്വാളിറ്റിയെ അല്ലെങ്കിൽ ക്വാളിറ്റിയെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റീസ്. നല്ല രീതിയിൽ എഫിഷ്യന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യന്റ് എന്താ? കാര്യക്ഷമമായ. ഓക്കെ, നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് കേൾക്കുന്നുണ്ടല്ലേ? കാര്യക്ഷമമായ. നല്ല രീതിയിൽ റിസോഴ്സസുകൾ, ഹോസ്പിറ്റൽ റിസോഴ്സസുകൾ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാം. അതുപോലെ എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് അറ്റൈൻസ് എ ടാർജറ്റ്. ഓരോ സ്റ്റാഫിനും ചിലപ്പോൾ ടാർജറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ടാർജറ്റുകൾ അവര് നേടിയെടുക്കുന്നുണ്ടോ, അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് ബീങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. എന്താണ്? ഹെൽത്ത് സ്റ്റാഫിനെ തുടർച്ചയായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യുകയും സൂപ്പർവൈസർ മേൽനോട്ടം നോക്കുകയും വേണം. അതുപോലെ എന്താണ്? അവരുടെ വർക്ക് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ, അവർ റെസ്പോൺസിബിലിറ്റിയോടെയാണോ നല്ല വർക്കുകൾ ചെയ്യുന്നത്, ഉത്തരവാദിത്തമുണ്ടോ, ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ
മേൽനോട്ടം സൂപ്പർവൈസ് ചെയ്യണം അവരെ. പിന്നെന്താ പറയുന്നത്, ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ, നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ, ആംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മതിയായ സ്റ്റാഫുകളും അതുപോലെ തന്നെ കോമ്പിറ്റന്റ് എന്താ, കോമ്പിറ്റന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോമ്പിറ്റന്റ് സ്റ്റാഫ് കഴിവുള്ള സ്റ്റാഫുകളും ഉണ്ടോ അല്ലെ, അവരുടെ കഴിവുള്ള സ്റ്റാഫുകളും അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. നല്ല രീതിയിലുള്ള കെയർ, ക്വാളിറ്റിയുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മതിയായ സ്റ്റാഫുകളും അവർക്ക് നല്ല കഴിവുണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ എന്താണ്, സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻഡ് അല്ലെ, നല്ല രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ട് എല്ലാവരെയും നയിച്ചു കൊണ്ടുപോവാം. അതുപോലെ എന്താണ്, പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, നമ്മുടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ മാനേജറിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കൺസിഡർ ചെയ്യുന്ന കാര്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡറിന്റെ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ. എന്തൊക്കെയായിരുന്നു ഒന്ന് വായിച്ചു നോക്കിയേ, രണ്ട് കാര്യങ്ങളും. ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മാനേജറിന്റെ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോക്കിയോ, ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ്, പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ, അക്രഡിറ്റേഷൻ. Okay, accreditation is a process in which an entity separate and distinct from the healthcare organization, normally non-governmental. Accreditation എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്, which is an entity എന്ന് പറയുന്നത് അല്ലെ. entity എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാപനമാണ്, നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞത്? ഒരു സ്ഥാപനത്തിന്
ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നു. അതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അംഗീകാരം കൊടുക്കുന്നതിനായിട്ട് എന്താണ് വേണ്ടത്? ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെ? നമ്മൾ ഓഡിറ്റ് ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിന് എന്താണ് മെയിൻ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയേ. ഓർമ്മയുണ്ടോ പറഞ്ഞത് കാര്യങ്ങള്? ഓഡിറ്റിലൊക്കെ അപ്പൊ ഓഡിറ്റിൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചാലേ അവര് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നിലവാരത്തിൽ എത്തുള്ളൂ അല്ലെ? അവിടെ അങ്ങനെയല്ലേ ഓഡിറ്റ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് ഈ അംഗീകാരം ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ എന്താണ് അവര് പാലിക്കേണ്ടത്? ആ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ ഹോസ്പിറ്റലിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ഗവൺമെന്റൽ സ്ഥാപനമാണ്. കണ്ടോ? അണ്ടർലൈൻ ചെയ്തിരുന്ന നോൺ ഗവൺമെന്റൽ എന്ന് പറഞ്ഞത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. അതൊരു നോൺ ഗവൺമെന്റൽ സ്ഥാപനമാണ്. അക്രഡിറ്റേഷൻ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽസിന് കിട്ടുന്നത്? ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അല്ലെ? ഓരോ ഹോസ്പിറ്റലിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. ഇനി നോക്കിയേ, ഇവിടെ ചെറിയ 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. Assess the health care organization to decide if it meets a set of needs, standards planned to improve the safety and quality care. നമ്മൾ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് പാലിച്ചാലേ അംഗീകാരം ആ ഹോസ്പിറ്റലിന് കിട്ടുകയുള്ളൂ. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അങ്ങനെയാണ് പരിചരണത്തിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നിലവാരവും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡേർഡ്സ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ്സ് വഴിയാണ് ഇത് കിട്ടുന്നത്, അംഗീകാരം അല്ലെ, അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകൾക്ക് കൊടുത്തിരിക്കുന്നത്? ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. ഗുണനിലവാരം, കെയർ കൊടുക്കുന്നതിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും അതുപോലെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ ആ പോയിന്റ്? മനസ്സിലായോ? ഇനി എന്താണ്? അക്രഡിറ്റേഷൻ ഇസ് യൂഷ്വലി വോളണ്ടറി. എന്താ വോളണ്ടറി? വോളണ്ടറി എന്താ? സെൽഫ് ഓൺഡ് അല്ലെ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഈസ് യൂഷ്വലി വോളണ്ടറി ആണ്, സ്വമേധയാ നടക്കുന്ന പ്രേരണയാണ്. അല്ലാതെ ഇപ്പൊ ഒരാളുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പ്രകാരമോ ഒന്നും ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയില്ല. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞത്? എന്താണ്? യൂഷ്വലി വോളണ്ടറി, സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ്. ഇനി എന്താണ്? ഇറ്റ് ഹാസ് ഗെയിൻഡ് worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ഫലപ്രദമായ എഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആണല്ലേ. ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, അക്രഡിറ്റേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? 6 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, അല്ലെ? പബ്ലിക്കിന്റെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ നല്ല ഗുണനിലവാരത്തോടു കൂടി അതിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പബ്ലിക്കിന്റെ ഇടയില് എന്താണ്, ഏറ്റവും ടോപ്പ് പൊസിഷനിലല്ലേ നിൽക്കുന്നത്. പബ്ലിക്കിന്റെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, provide a safe and efficient work environment. നല്ല രീതിയിൽ ആളുകൾക്കായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും അവിടെ വരുന്ന പേഷ്യൻസിനായാലും എന്താണ്, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെന്റും അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഗുണനിലവാരത്തോടു കൂടി അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷനും അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. എന്താണ് നെഗോഷിയേറ്റ്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓർമ്മയില്ല? നെഗോഷിയേറ്റ് പഠിച്ചത്, നെഗോഷിയേഷൻ ഉണ്ടായിരുന്നു. നെഗോഷിയേഷൻ ചർച്ച, അല്ലെ? വെരി ഗുഡ്, ചർച്ച. ഇപ്പോ ഒരു നല്ല രീതിയിൽ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിലായിരിക്കും അല്ലെ അത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മറ്റു കമ്പനീസോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലുകളുമായിട്ടൊക്കെ നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഹോസ്പിറ്റലുമായിട്ടൊക്കെ ചർച്ച നടത്താനായിട്ട് ഈ അക്രഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, ലിസൺ ടു പേഷ്യൻസ് ആൻഡ് their families, respect their rights and involve them in the care process as partners. ഇവിടെ എന്താ പറയുന്നത്, പേഷ്യൻസ്, അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അതുപോലെ അവരുടെ ഫാമിലീസിന് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, റെസ്പെക്ട്, അല്ലെ? റെസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ്സ് എന്താ, റൈറ്റ്സ് എന്തായിരിക്കും? പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവകാശങ്ങൾ. വെരി ഗുഡ്, അവകാശങ്ങൾ, അല്ലെ? അവകാശങ്ങളെ മാനിക്കുകയും ചെയ്യണം. എന്താ പറയുന്നത്, അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആവുമ്പോ അവിടെ വരുന്ന പേഷ്യൻസിനായാലും ഫാമിലീസിനെയായാലും റെസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കി അതിനെ മാനിക്കുകയും ചെയ്യണം. പിന്നെ എന്താണ്, generate the culture that is open to learning. എന്താ പറയുന്നത്, ഇവിടെ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ പഠിച്ചത് ഓപ്പൺ ഡേ ഹൗസ്? ഏത് ചാപ്റ്ററിലാണ് ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചേക്കണേ? പബ്ലിക് റിലേഷൻ ഓർമ്മയുണ്ടോ? പബ്ലിക് റിലേഷൻ നമ്മുടെ ചാപ്റ്റേഴ്സ് അല്ല, വേറെ മിസ്സിന്റെ ആണ്. ഓർമ്മയുണ്ടോ അത്? പബ്ലിക് റിലേഷനില് പഠിച്ചിട്ടുണ്ടോ ഓപ്പൺ ഡേ ഹൗസ്? എന്തായിരുന്നു ഓപ്പൺ ഡേ ഹൗസ്?
വന്ദന മിസ്സിന്റെയാണ്, ഓർമ്മയുണ്ട്. ഓക്കെ, ഓപ്പൺ ഡേ ഹൗസ് എന്തായിരുന്നു? ഓപ്പൺ ഹൗസ് എന്താ? നമ്മളുടെ കുട്ടികൾക്കൊക്കെ മറ്റേ സ്കൂളിലൊക്കെ വെക്കില്ലേ ഓപ്പൺ ഹൗസ്? ചെറിയൊരു മീറ്റിംഗ് അല്ലേ? അതന്നെ. എന്താണ് ഇവിടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആവുമ്പോ പുതിയ പുതിയ സർവീസുകൾ ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ പുതിയ ക്വാളിറ്റി ഉള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പുതിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് പബ്ലിക്കിന് അവിടെ നേരിട്ട് വന്നിട്ട് പഠിക്കാം, ലേൺ ചെയ്യാം. ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ആ ഹോസ്പിറ്റലിലോട്ട് നേരിട്ട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് അവർ ക്വാളിറ്റി കെയർ കൊടുക്കുന്നത്. അതുപോലെ പുതിയ സർവീസ് എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ലേൺ ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെന്താണ് എസ്റ്റാബ്ലിഷ്ഡ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിന് ഒരിക്കൽ മാത്രം അക്രഡിറ്റേഷൻ കിട്ടുകയില്ല. അല്ലെങ്കിൽ ഇപ്പോ ഒരു ടൈമില് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് പിന്നെയും അക്രഡിറ്റേഷൻ കിട്ടണം എന്നില്ല. അതെന്താണ് സ്റ്റാൻഡേർഡ്സ് മാറ്റുമ്പോ ചിലപ്പോ ഈ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ വരുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് അവർ പാലിച്ചാൽ മാത്രമേ അക്രഡിറ്റേഷൻ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോ ഒരു ഇയർ ഇപ്പൊ ഈ ഇയർ കിട്ടിക്കഴിഞ്ഞാല് നെക്സ്റ്റ് ഇയറും എന്താണ് ഇവർക്ക് തന്നെ കിട്ടണം എന്നില്ല. എപ്പോഴും അല്ലെങ്കിൽ പിന്നെയും കിട്ടണം എന്നില്ല. നിശ്ചിത സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് പാലിച്ചാൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. അപ്പോ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ എല്ലാ വർക്കേഴ്സും ഓൾ സ്റ്റാഫ്സും കൊളാബറേറ്റീവ് ആയിട്ട് നേതൃത്വം അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കൊളാബറേറ്റീവ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പബ്ലിക്കിന്റെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സേഫ്റ്റിയും നല്ലൊരു വർക്കിംഗ് കണ്ടീഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റു സ്ഥാപനങ്ങളുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിനെയും അവരുടെ ഫാമിലീസിനെയും റെസ്പെക്ട് ചെയ്യുകയും അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് മാനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് നല്ല രീതിയിൽ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ എന്ന നിലയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കിന് ഇപ്പൊ വേണമെങ്കിലും പോയി സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് അക്രഡിറ്റേഷൻ എപ്പോൾ നമുക്ക് എന്താണ് ഇപ്പൊ ഈ ഇയർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇയർ കിട്ടണമെന്നില്ല. എപ്പോഴും എന്താണ് അവിടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് പാലിച്ചാൽ മാത്രമേ അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആ അക്രഡിറ്റേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും മുൻപോട്ട് കൊണ്ടുപോകണം. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ഫിഫ്ത് പോയിന്റ് പറയണോ? ഫിഫ്ത് പോയിന്റ് എന്താണ്? ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേൺ. അല്ലെ, എന്താണ്? അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് പബ്ലിക്കിന് പഠിക്കാനായിട്ട് സഹായിക്കുന്നു. മനസ്സിലായോ? ഈ ഓപ്പൺ ഹൗസ് ഒക്കെ സ്കൂളിൽ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടികളുടെ കാര്യം അറിയാം, അല്ലെങ്കിൽ അവിടെ പുതിയ സർവീസുകൾ കൊടുക്കുന്നത്, അല്ലെ? അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ടീച്ചർമാർ പറഞ്ഞു തരില്ലേ? അതുപോലെ തന്നെ എന്താണ്, ഇവിടെയും അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ പബ്ലിക്കിന് നേരിട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി പഠിക്കാനായിട്ട് പറ്റുന്നു. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പോയിന്റ്സ് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ ആണ്. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു JCI. JCI എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അടയാളപ്പെടുത്തി പഠിക്കുക കേട്ടോ. അടിയിൽ വരച്ചു വെക്കാം, നോട്ട് ചെയ്ത് പഠിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCI was established in the late 1990s to observe hospital outside the United States. അപ്പോ ഈ JCI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1990s-ലാണ്. അതുപോലെ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ് അല്ലെ, US-ലെ US-ന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനായിട്ടാണ് JCI എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? JCI എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1990s-ലാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? US-ന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാനായിട്ട്. അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് JCI എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഭാഗം, ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ഇനി എന്താണ്? JCI, which is also not for profit, presently accredits facilities in Asia, Europe, the Middle East and South America. ഈ JCI എന്ന് പറഞ്ഞാല് which is also not for profit, ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണ്. അടിയിൽ ഒന്ന് വരച്ച് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഈ JCI എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് എന്താ പറയുന്നത്? ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. Presently accredits facilities in Asia, Europe, Middle East and South America. Presently എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവില് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്കയിലാണ്. ഇനി എന്താണ്? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. രണ്ടാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, തേർഡ് പോയിന്റ് പറയട്ടെ. A count of JCI accredited hospital worldwide, A listed on JCI website till 2015 shows 820 hospitals in 47 and above countries. അപ്പോ ഈ 2015 ഇയറില് ലിസ്റ്റ് പ്രകാരം, വേൾഡ് വൈഡ് ആയിട്ട് പറയുന്നതാണ്, 2015 ലിസ്റ്റ് പ്രകാരമാണ് ഇവിടെ പറയുന്നത്. ഈ JCI അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 820 ഹോസ്പിറ്റൽസ് ആണ് 2015 ലിസ്റ്റ് പ്രകാരം JCI അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. എത്രയാണ്? 820. ക്ലിയർ ആയോ? ഓക്കെ ആണോ?
പിന്നെന്താണ് ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലിനാണ് കിട്ടിയിരിക്കുന്നത് JCI അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്? 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എത്ര ഹോസ്പിറ്റലിനാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്? 21. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എന്താണ് JCI സ്റ്റാൻഡ്സ് ഫോർ? നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് കേട്ടോ. JCIയുടെ ഫുൾ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നെക്സ്റ്റ് നോക്കിയേ. It is a US-based, not for profit accreditation body. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. US-based ആണ്. അതുപോലെ തന്നെ ലാഭേച്ഛ ചെയ്യാത്ത ഒരു സ്ഥാപനമാണ്. Which sets and addresses standards for healthcare providers, level of performance in key functional area like patient rights, patient treatments and infection control. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതൊരു US-based ആണ്. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ലാഭേച്ഛ ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിനും എന്തുണ്ട്? ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ? ആ സ്റ്റാൻഡേർഡ്സ് അവര് നല്ല രീതിയിൽ പാലിച്ചാൽ മാത്രമേ അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്പോ ഈ 3 കാര്യങ്ങൾ, ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ JCI നോക്കുന്നത്. എന്തൊക്കെയാണ്? പേഷ്യൻസ് റൈറ്റ്സ്, പേഷ്യൻസ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. അടിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? എന്താണ്? പേഷ്യൻസ് റൈറ്റ്സ് ഉണ്ട്, പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്. ഈ 3 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതിന്റെ പ്രവർത്തനങ്ങളില് അവിടെ പെർഫോമൻസ് ലെവൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പെർഫോമൻസ് ലെവല് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് JCI നോക്കുന്നത്. ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? എന്തൊക്കെയാണ് പറഞ്ഞത്? US-based ആണ്, ലാഭേച്ഛ ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിലും എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് അവർ പാലിച്ചാൽ, കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അവർക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും JCI നോക്കുന്നത്. പേഷ്യൻസിന്റെ റൈറ്റ്സ് ഉണ്ട്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്. ഈ 3 കാര്യങ്ങളിലും അവിടെ ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയാണ് എന്നാണ് ഇവിടെ JCI നോക്കുന്നത്. ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഓക്കെ ആണോ? പോയിന്റ് കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. JCI's goal is to improve quality of health care in the international community by giving worldwide accreditation services. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് അന്താരാഷ്ട്ര സമൂഹം. അന്താരാഷ്ട്ര സമൂഹത്തിൽ നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങള് നൽകുന്നുണ്ട്. JCIയുടെ ഗോളാണ് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യം പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താ പോയിന്റ് വരുന്നത്? JCI standards would take us to improve patient care, safety and path of continuous quality improvement. ഇനി JCI സ്റ്റാൻഡേർഡ്സിലൂടെ എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? പേഷ്യൻസ് കെയർ, അതുപോലെ അവരുടെ സേഫ്റ്റി, അതുപോലെ എന്താണ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ സർവീസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് JCI സ്റ്റാൻഡേർഡ്സിലൂടെ ഇംപ്രൂവ് ചെയ്യുന്നത്, മെച്ചപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ്? This would strengthen patient third party and ensure confidence and would provide as a competitive edge.
ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ എന്താണ്? തേർഡ് പാർട്ടി ആയിട്ട് വരാട്ടോ. ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവർക്കൊക്കെ പേഷ്യൻസിനായാലും തേർഡ് പാർട്ടിക്കായാലും ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ ആയാലും അവരുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ, ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ വുഡ് പ്രൊവൈഡ് ആസ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ് അല്ലെ, എന്താണ്? മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുന്നു. മത്സരാധിഷ്ഠിതമായിട്ടുള്ള നേട്ടത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി എന്താണ്? JCI accreditation is the gold standard for quality since it reflects the provision of the highest level of patient care and patient safety. ഇങ്ങനെ എന്താണ്? ഗോൾഡൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് ഒരു സുവർണ നേട്ടമാണ് JCI അക്രഡിറ്റേഷൻ കിട്ടുക എന്നത്. എന്താണ്? ഒരു സുവർണ നേട്ടമാണ്. ഇങ്ങനെ ഈ സുവർണ നേട്ടം കിട്ടുന്നതിലൂടെ ആ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് കെയർ, അതുപോലെ പേഷ്യൻസ് സേഫ്റ്റി വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള സുവർണ നേട്ടം എന്ന് പറയുന്നത് എന്താണ്? JCI അക്രഡിറ്റേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു സുവർണ നേട്ടം വരുമ്പോ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് കെയറും പേഷ്യൻസ് സേഫ്റ്റിയും ഹൈ ലെവലിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഹൈ പൊസിഷനിലാവാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് JCIയിൽ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. സെവൻത് പോയിന്റോ? സെവൻത് പോയിന്റ് ഏതാ? ഇതെന്താ പറയുന്നത്? JCI's goal അതല്ലേ പറയേണ്ടത് മോളെ? JCI's goal is to improve quality of health care in the international community by giving worldwide accreditation services. അന്താരാഷ്ട്ര സമൂഹത്തിൽ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്താരാഷ്ട്ര സമൂഹത്തിൽ നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങൾ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ എല്ലാവരും? ഡൗട്ട് ഉണ്ടോ മക്കളെ?
ഓക്കെ, ഇനി ജസ്റ്റ് ഈ പോയിന്റ്സും കൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താണ് JCL എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, I എന്നാക്കണം കേട്ടോ. JCI accreditations. JCI accredits 8 type of health care programs. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? 8 type health care programs ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസ് അല്ലെ, രാജ്യമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും ഇന്റർനാഷണൽ ആയിട്ട് നമുക്ക് എന്താണ് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. JCI അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. എന്താണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അക്കാദമിക് ആ പേരിൽ തന്നെ ഉണ്ട്, കണക്ട് ചെയ്ത് നോക്കിയേ. വെരി ഗുഡ്, മെഡിക്കൽ കോളേജ് അല്ലെ, മെഡിക്കൽ കോളേജ് ആണ് അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ കേട്ടോ. മെഡിക്കൽ കോളേജ്, അവിടെ എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ റിസർച്ചുകൾ നടത്തുന്നുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് അവർക്ക്. അതുപോലെ എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. എക്സാമ്പിൾ പറഞ്ഞേ, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. ഡോക്ടേഴ്സിന്റെ ഓഫീസ്, ക്ലിനിക്കുകള്, അതുപോലെ പേഷ്യന്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതൊക്കെ എന്താണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്, അതറിയാലോ, ലാബുകൾ കേട്ടോ, എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ലാബ്. ഇനി എന്താണ് ഹോം കെയർ ഫെസിലിറ്റീസ്, എന്താണ് നഴ്സിംഗ് കെയർ, അതുപോലെയുള്ള കെയറുകൾ കേട്ടോ, ഹോം കെയർ ഫെസിലിറ്റീസ്. പിന്നെന്താ ലോങ് ടേം മെറ്റേണിറ്റി കെയർ, അതുപോലെ എന്താണ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ലോങ് ടേം കെയർ ഏതൊക്കെയാ വരാം? വെരി ഗുഡ്, പാലിയേറ്റീവ് കെയർ വരും. പിന്നെന്താണ് നഴ്സിംഗ് ഹോം, റിട്ടയർമെന്റ് ഹോം, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്, ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. വെരി ഗുഡ്, ആംബുലൻസ് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് നമ്മൾ പഠിച്ചു, റോഡ്, എയർ, വാട്ടർ അല്ലെ. ഏത് ടൈപ്പ്, ഏത് തരത്തിലുള്ള ആംബുലൻസ് ആയാലും ഇവിടെ വരുന്നുണ്ട് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ആംബുലൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വരുന്നുണ്ട്. പിന്നെന്താണ് പ്രൈമറി കെയർ സെന്റേഴ്സ്, എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പ്രൈമറി കെയർ സെന്റേഴ്സ്, ഹെൽത്ത് സെന്റർ. വെരി ഗുഡ്, ഹെൽത്ത് സെന്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.